പ്രിയമുള്ളവരെ, ഒരു തൊഴിലില്ലാത്തവർക്കായി ഇതാ ഒരു തൊഴിൽ. എൻ്റെ കുഞ്ഞാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടു പഠിച്ചുകൂടി. എന്നോട് ചോദിക്കരുത് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം. ആരാണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ചെയ്താണ്. പക്ഷെ നന്നായിട്ടുണ്ട് സാധനം. വാലുപോലെ ഇതിങ്ങനെ ആക്കി എന്നുള്ളതാണ്. ഇനി തലയിൽ കെട്ടാൻ ബുഷില്ല എന്നുള്ളതാണ്. യൂട്യൂബിൽ കൂടി ആരെങ്കിലും എനിക്കൊരു ബുഷ് കടം തരുമോ? സാധിക്കില്ല എന്നറിയാം. എങ്കിലും ഇനി ഇവളുടെ കാല് പിടിക്കേണ്ടി വരും. മോനെ, കീപ് ദ ഹാൻഡ് ഡൗൺ, ലെറ്റ് എവരിവൺ സീ ഇറ്റ്. കണ്ടോണേ, ഇനി ഞാനൊരു ബുഷ്, എൻ്റെ മുടി, എനിക്കാണ് ഒരുപാട് മുടിയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. മുടിയാണെങ്കിൽ അഴിച്ചിടുമ്പോഴത്തേക്ക് നിലത്തൂടെങ്ങും ഇഴഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതൊന്നും കെട്ടിവെക്കാൻ എനിക്ക് ഒരു ബുഷിനി ഇല്ല. ഇനി ഇവളുടെ കൈയും കാലും പിടിക്കണം ഒരെണ്ണത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കഴുത്തിന് ചുറ്റും കിടക്കുന്ന ആ സാധനം? ഇതാണ്. അതായത് അവൾ ചെയ്തുകൊണ്ടിരുന്നത് ബുഷ് നെക്ലേസ് ആയിരുന്നെന്ന്. ആ സത്യം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വളരെ വൈകിപ്പോയി. ഇനി അധികം വൈകിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ശ്വാസം മുട്ടിച്ചത്തു പോവും. അതുകൊണ്ട് ഞാനിതങ്ങനെ ഊരുവാണ്. കണ്ടില്ലേ? കാണാൻ ഇച്ചിരും കൂടെ ഒന്ന് ഏറെക്കൂടെ ബുഷൊക്കെ ചെയ്ത് ഒന്ന് ഇച്ചിരി ആഴ്ചയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഭംഗിയുണ്ടാവും. ഒരു മാല ഫീലിംഗ് അല്ലേയോ? കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇതുപോലുള്ള കോപ്രായൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല. കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. കണ്ടില്ലേ സുഹൃത്തുക്കളെ? എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണോ ഈ പിള്ളേർക്ക്? യൂട്യൂബിൽ തന്നെ എവിടെ എന്തോ നോക്കി കണ്ടതാണ്. കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഇങ്ങനെ കുരുപ്പ് പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും. കാര്യം എന്തും പഠിക്കുന്ന പ്രായമാണിത്, എന്തും കണ്ടുപിടിക്കുന്ന പ്രായമാണിത്. ഓക്കെ, അപ്പം ചാകാൻ എനിക്ക് താല്പര്യമില്ല. കുറച്ചായിട്ടൊന്ന് ജീവിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് ഊരുവാണ്. ഇതേണ്ട എൻ്റെ രാജകുമാരി. ഓ, ഉണ്ടക്കണ്ണുള്ള എൻ്റെ രാജകുമാരി. ഓ, ഷീ ഡിഷ്. ഓ ഹോ ഹോ ഓ കടിച്ചിട്ട് ഞാൻ. She dish. Oh, she's so happy. She made it. Love you.